ഇപ്പോഴാണ് ലൈവിൽ ശരത്തും അനുമോളും തമ്മിലുള്ള അടി നടന്നത്. അതായത് അനുമോൾ ഇന്നലെയും ഇന്നുമായിട്ട് പണികളൊന്നും ചെയ്യുന്നില്ല. അപ്പം അനുമോളോട് വെസൽ ടീമിൽ പാത്രം കഴുകാനാണ് പറഞ്ഞത്. അത് റെനയാണ് പറയുന്നത്. റെന പറയുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ഒരു ചൊറിയണ രീതിയിലാണ് റെന എല്ലാ കാര്യങ്ങളും പറയാറ്. അത് അനുമോൾക്ക് ആ ഭരിക്കണ രീതിയിലൊക്കെ പറഞ്ഞത് അനുമോൾക്ക് തീരെ ഇഷ്ടമായില്ല. ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ശരത്ത് ഒരു ക്യാപ്റ്റൻ ആണല്ലോ. ശരത്ത് വന്നിട്ട് പറഞ്ഞു ചെയ്യണം, നീ പണി ചെയ്യണം, നീ ആരോ ഇവിടുത്തെ, നിനക്ക് മാത്രം അങ്ങനത്തെ സ്പെഷ്യൽ റൂൾസ് ഒന്നും ഇല്ല എന്ന് ശരത്ത് പറയുമ്പോൾ ശരത്തിനോട് പോടുക എന്ന് പറയുമ്പോൾ ശരത്ത് പോടീന്ന് വിളിക്കേണ്ട. ആ പോടീന്ന് വിളിക്കുമ്പോഴാണ് അനുമോൾ വീട്ടിലിരുന്ന് പെണ്ണും പിള്ളയെ വിളിച്ചാൽ മതി എന്ന് അനു പറയുന്നത്. അനു ഭയങ്കര ദേഷ്യത്തിലാണ്. ഇത് അനുമോളുടെ സ്ട്രാറ്റജി ആണോ അതോ ശരിക്കുള്ള സ്വഭാവമാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ പോയി അനുമോൾ അനു തന്നെയായിരിക്കും ഇതിലത്തെ ഹീറോ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എല്ലാ ഹൗസ് മേറ്റ്സും ഒക്കെ അനുമോൾക്കെതിരെ തിരിഞ്ഞു. ബിന്നി വന്ന് പറയേണ്ട അനുമോൾ പണി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സൗകര്യമില്ല. അത് കഴിഞ്ഞിട്ട് ശരത്ത് അപ്പം ചൂടായിട്ടാ, വീട്ടിലിരിക്കണ എൻ്റെ ഭാര്യ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ലേ, എന്തിനാണ് എൻ്റെ ഭാര്യയെ വിളിക്കേണ്ട ആവശ്യം എന്നൊക്കെ കൊണ്ട് ശരത്ത് നല്ല ചൂടാവുണ്ട്. പക്ഷെ അനുമോൾ തളരുന്നില്ല. അനുമോളും പിടിച്ചു നിൽക്കുന്നുണ്ട്. ആര്യൻ വന്ന് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പോട്ടെ പോട്ടെ അപ്പോൾ ശരത്തൊക്കെ പോടാന്നുണ്ട് ആര്യനെ തട്ടുന്നുണ്ട്. അക്ബർ പിന്നാലെ നടന്ന് ചൊറിയിട്ട് പണി ചെയ്യുവാന് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനീഷാണെന്ന് ശാന്തമായിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് പണിയെടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇവരൊക്കെ എന്നെ വേലക്കാരിയായിട്ടാണ് കാണുന്നത്, ഞാൻ ഇവർ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നുണ്ട്.